അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ പരീക്ഷിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ കഴിവ് കേൾപ്പ് മനസ്സിലാക്കി അള്ളാഹിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദാസന്മാരായി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി പറഞ്ഞതുപോലെ പ്ലേഗ് രോഗം വരുന്ന സന്ദർഭത്തിൽ മുഹ്തസിബായി അള്ളാഹുവിൽ നിന്നിട്ട് പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നിട്ട് കൂലിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ആരാണ് അത് അങ്ങനെയുള്ള രോഗങ്ങളെ സ്വീകരിക്കുന്നത്, ആരാണ് അങ്ങനെയുള്ള രോഗങ്ങളുടെ കാലഘട്ടത്തിൽ ആ രോഗങ്ങൾ അഭിമുഖീകരിക്കുന്നത്, അവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താഊൻ രോഗത്തെക്കുറിച്ച് സംസാരിച്ചതുപോലെ അങ്ങനെയുള്ള ആ രൂപത്തിലുള്ള പരീക്ഷണങ്ങളിൽ വിജയം നേടിയതായ ധാരാളം പേരെ നാം കണ്ടു. 25,000-ഓളം പേര് ഏകദേശം ഷാമിൽ മാത്രം മരണപ്പെട്ടു എന്നാണ് നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിന്റെ തൊട്ട് സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിൽ സംഭവിച്ചതായ പ്ലേഗ് രോഗത്തിൽ നാം കേട്ടത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ധാരാളം പഠനാർഹമായ ഭാഗങ്ങൾ മുസ്ലിം ലോകം പഠിച്ചതായ വാർത്തകളും മുസ്ലിം ലോകം ഇസ്ലാമിലേക്ക് മടങ്ങാൻ അത് കാരണമായി തീർന്ന വാർത്തകളും മുസ്ലിം ലോകം ആ സന്ദർഭത്തിൽ ഏത് രൂപത്തിൽ അഭിമുഖീകരിച്ചു എന്ന വാർത്തകളൊക്കെ ധാരാളം ദശക്കണക്കിൽ വാല്യങ്ങൾ സ്ഥലം പിടിച്ച വാർത്തകളാണ്. പ്ലേഗ് രോഗം പണ്ട് സഹാബാക്കളുടെ കാലഘട്ടത്തിൽ സംഭവിച്ചതായ ആ സംഭവത്തെ കുറിച്ച് നമ്മുടെ നേതാവായ സ്വർഗത്തിലെ ടിക്കറ്റ് ഭൂമിയിൽ നിന്നിട്ട് ലഭിച്ച 10 പേരിൽ ഒരു പേരായ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു വരെ ആ പ്ലേഗ് രോഗത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുആദ് ഇബ്നു ജബലിനെ പോലത്തതായ സഹാബാക്കളുടെ പണ്ഡിത നേതൃത്വങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയും അവിടെ മരിച്ചിട്ടുണ്ട്. അതുപോലെ പല സഹാബാക്കളും മരണപ്പെട്ടിട്ടുണ്ട്. പ്രശ്നം അതല്ല, അവർ ആ കാലഘട്ടത്തിൽ പാഠം പഠിച്ചു, അവർക്ക് എത്തേണ്ടതുപോലെ എത്തേണ്ട സ്ഥലത്തേക്ക് എത്താൻ അവർക്കത് സാധിച്ചു. പക്ഷേ അതുപോലെ നാമും ചെയ്തു, അതുപോലെ നമുക്കും ചെയ്യാൻ സാധിച്ചോ, അതുപോലെ നമുക്ക് പാഠം പഠിക്കാൻ സാധിച്ചോ എന്നതാണ് പ്രശ്നം. എന്നല്ലാതെ ഇപ്പം മരണം നോക്കുകയാണെങ്കിൽ അവരുടെ കാലഘട്ടത്തിലുള്ള മരണം പോലെയുള്ളതായ മരണം, അതുപോലെ പല പല മാരകമായ രോഗങ്ങൾ കൊണ്ടുള്ള പല കാലഘട്ടങ്ങളിലായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. ആ പരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിൽ വിട്ടുകിടന്നിട്ടുണ്ട്. ചില കാലഘട്ടങ്ങളിൽ ഹജ്ജ് വരെ ക്യാൻസൽ ചെയ്യപ്പെട്ടതായ കാലഘട്ടങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞു പോയതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ പ്രശ്നം അങ്ങനെയുള്ളതായ ആ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതായ രോഗങ്ങൾ ആ മാരകമായ രോഗങ്ങളോ അല്ലെങ്കിൽ വ്യാപകമായ ജനങ്ങളിൽ അങ്ങുമിങ്ങും പെട്ടെന്ന് വ്യാപകമായി പോകുന്ന രൂപത്തിലുള്ളതായ പകർച്ചവ്യാധികളോ ഉണ്ടാകുന്ന വേളയിൽ മരണമാണ് അവിടെ അധികം കണ്ടിരുന്നത്. ഇന്ന് നാം കാണുന്ന ഇന്ന് ലോകം ആകം ഞെട്ടിപ്പോയ എല്ലാവരും പേടിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രജകളും നേതാക്കളും വേദമന്യേ, കഴിവുള്ളവരും കഴിവില്ലാത്തവരും വേദമന്യേ, എല്ലാ ഇനത്തിൽപ്പെട്ടവരും ഇപ്പോൾ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഹൃദയത്തിനകത്ത് പേടി പിടികൂടിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ ഒരു 100 പേരിൽ 1, 2, 3 പേരെ ഈ രോഗത്തിൽ ഇപ്പോൾ മരണം നാം കാണുന്നുള്ളൂ. നമുക്ക് അനുഭവമാണല്ലോ ഇപ്പോൾ. അതേ സമയത്ത് ആ പേടി വർദ്ധിക്കുകയല്ലാതെ കുറയുന്നില്ല. എന്താ കാരണം? തവക്കുൽ ചെയ്യുക എന്ന് അള്ളാഹു പറഞ്ഞതായ അള്ളാഹുലേക്ക് ബരമേൽപ്പിച്ചാൽ അള്ളാഹു അവന് മതി എന്ന ആ കെട്ടുറപ്പുള്ള നബിമാരിലുണ്ടായ സഹാബാക്കളിലുണ്ടായ ആ കടുകട്ടിയുള്ള തവക്കുലും വിശ്വാസവും നമ്മൾ എന്നിട്ട് നല്ലൊരു ശതമാനത്തിൽ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷത്തിൽ ഇല്ല എന്നതാണ് ഇപ്പോൾ തെളിയിച്ചത്. അവിടെയാണ് നാം ഈ പരീക്ഷണം അത് ശരിക്ക് നമുക്ക് വിജയിക്കാൻ സാധിച്ചോ ഇല്ലേ എന്നത് നാം ഒരു ആത്മപരിശോധന നടത്തേണ്ടത്. എന്നിട്ട് മക്ക ഇമാമും അതുപോലെ ഇന്ന് മദീന ഇമാമും സൂചിപ്പിച്ചതുപോലെ ഈ അള്ളാഹു നമുക്ക് വിശാലമായി നൽകിയതായ ഈ ആഫിയത്തിന് ചില കോട്ടം തട്ടുമ്പോൾ ആ ആഫിയത്തിന് കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി ലോകം ആസകലം അവരുടെ കട പൂട്ടാൻ തീരുമാനിച്ചു, അവരുടെ ഫാക്ടറി പൂട്ടാൻ തീരുമാനിച്ചു, അവരുടെ കമ്പനി പൂട്ടാൻ തീരുമാനിച്ചു, അവരുടെ പ്ലെയിൻ നിർത്താൻ തീരുമാനിച്ചു, അവരുടെ വാഹന ഗതാഗതം നിശ്ചലമാക്കാൻ തീരുമാനിച്ചു, അവർ വീട്ടിൽ ഒതുങ്ങി അടങ്ങി ജീവിക്കാൻ തീരുമാനിച്ചു. ഇതെല്ലാം എന്തിന്റെ പേരിലാണ്? ആരോഗ്യത്തെ സംരക്ഷിക്കാൻ. അവർക്ക് മരിക്കാൻ പൂതിയില്ല, അവർക്ക് ജീവിക്കാനാണ് പൂതി. എന്നാൽ ഇവിടെ പ്രശ്നം, ഇവിടെ പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്ന വേളയിൽ നാം ദൃഷ്ടാന്തങ്ങളെ ഇവിടെ ഇറക്കാറുള്ളത് പേടിപ്പിക്കാൻ വേണ്ടിയാണ്, ഭയപ്പെടുത്താൻ വേണ്ടിയാണ്, അള്ളാഹു ശക്തികളെ പരിശോധിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്ന ശൈലി നമ്മുടെ മുമ്പിൽ പലപ്പോഴും വിട്ട് കടന്നിട്ടുണ്ട്.